2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പരാജയമായി നമുക്ക് ഒരു കാരണവശാലും കാണാൻ കഴിയില്ല. 98 മുതൽ 2013 വരെ VS അച്യുതാനന്ദൻ പാർട്ടിക്കകത്ത് നിന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഭരണത്തിലായിരുന്നപ്പോഴും പിണറായി വിജയനെതിരെ സമരം ചെയ്യായിരുന്നു. ഇനി CPIക്ക് CPM-ന് ഒരുമിച്ച് പോകാൻ കഴിയില്ല. ഈ പാർട്ടിയെ ആര് പുനർസൃഷ്ടിക്കും എന്നാണ് നമ്മൾ ഈ പറയുന്നത്? ഏത് നേതാവ് പുനർസൃഷ്ടിക്കും എന്നാണ് നമ്മൾ ഈ പറയുന്നത്? ഒരു നേതാവും ഇല്ല. ഇത്രയും വലിയ ഒഴുക്കുണ്ടായിട്ട് പോലും 16 പേരെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, 7 പേരെ അവർക്ക് ജയിപ്പിക്കാൻ പറ്റി. പക്ഷേ CPM-ന്റെ അവസ്ഥ എന്താ? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് ശേഷം കരകയറാൻ സാധിച്ചില്ലയോ ഇതുവരെയും? കാരണം അവരുടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും പരിഹാസ്യമായി പോകുന്നു. നിയമസഭയിൽ ഒട്ടും മൂർച്ചയില്ലാത്ത പ്രതിപക്ഷമായി ഇപ്പോഴും അവശേഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ CPI തങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയുമായുള്ള അഭിപ്രായ വ്യത്യാസം തലവേദനയായി തന്നെ തുടരുന്നു. ഇതിനെല്ലാം ഉപരിയായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്കെതിരായ ED കേസ്, ഇതൊക്കെ തന്നെ അവരെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് CPM-ന് എങ്ങനെ സാധ്യമാകും? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകനും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാറുള്ളത്? കാരണം എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കരുത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഭരണപക്ഷത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാറുണ്ട്, പല കാര്യങ്ങളും കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്, ചർച്ചയാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്കതിന് സാധിക്കുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ലയോ, നമ്മൾ ഈ 2026 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ ഒരു സാധാരണ പരാജയമായി കാണാനും ഇതിനു മുമ്പ് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താരതമ്യം ചെയ്യാനും ആ പരാജയത്തിന് വിജയത്തുടർച്ച ഉണ്ടാകും എന്നും സ്ഥാപിക്കാൻ CPM നേതാക്കന്മാർ വലിയൊരു ശ്രമം നടക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം പറയുമ്പോഴത്തേക്കും 2001 ഞങ്ങൾ 47 പേരെ ഉള്ളായിരുന്നു, അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നില്ലേ, ഞങ്ങൾ 2 തവണ അധികാരത്തിലിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരാജയത്തെ ഒരു സാധാരണ പരാജയമായി കാണാനും ഈ പരാജയത്തിൻ്റെ ഒരു തീവ്രത കുറച്ച് കാണിക്കാനും CPM-ന്റെ നേതാക്കന്മാർ നടത്തുന്ന ശ്രമം ഒരു കാരണവശാലും വിലപ്പോവില്ല എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുന്നത്. കാരണം ഈ 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പരാജയമായി നമുക്ക് ഒരു കാരണവശാലും കാണാൻ കഴിയില്ല എന്നതാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് എടുത്തൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ, ഒന്ന്, സമീപകാലത്തൊന്നും CPM-ന് ഇത്രയും വലിയൊരു പരാജയം അവർക്കുണ്ടായിട്ടില്ല. 2021 64 MLA-മാരിൽ നിന്ന് 29 MLA-മാരിലേക്കാണ് അവർ തവിട്ട് പോയത്. അവരുടെ ഏറ്റവും വലിയ ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂരിൽ അതിഭീകരമായിട്ടുള്ള തകർച്ചയാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ഒരു 6-7 സീറ്റ് ഉറപ്പായിട്ടും കണ്ണൂരിൽ കിട്ടുന്നതാണ്. അത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ പാർട്ടിയുടെ തെറ്റായിട്ടുള്ള സമീപനങ്ങൾക്കെതിരായി പോരാടി പാർട്ടിക്ക് പുറത്തു വന്ന് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ജയിച്ച 2 MLA-മാർ കണ്ണൂർ ജില്ലയിൽ ഉണ്ട്. അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള പിണറായി വിജയൻ പോലും 6 റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് ജയിച്ചത്. അതിൽ ജയിച്ചത് കള്ളവോട്ട് കൊണ്ടാണ് എന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ സമർത്ഥിച്ചിട്ടുണ്ട്. ശരി, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കുറച്ച് മിനിറ്റ് പറയാം. എല്ലാ മണ്ഡലങ്ങളിലും 2021 അപേക്ഷിച്ച് 2026 വോട്ടുകൾ കൂടിയിട്ടുണ്ട്. വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ കണ്ണൂരിലെ മിക്കവാറും മണ്ഡലങ്ങളിലും ഈ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ട് പോലും 2021 കുറവ് വോട്ടാണ് CPM-ന് 2026 കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് നമ്മൾ എടുത്ത് നോക്കി, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, LDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം UDF ആണ് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നത്. അത് തൃക്കരിപ്പൂര് മുതൽ ഇങ്ങ് വാമനപുരം വരെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയുടെ കണക്കുകൾ ഞാൻ എടുത്തു നോക്കുമായിരുന്നു. 2021-26 നമ്മൾ ഞാൻ കമ്പയർ ചെയ്യായിരുന്നു.
മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലങ്ങളാണ്. അതിൽ 3-4 മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം CPM ജയിച്ചിരുന്നു, ഇടതുപക്ഷം ജയിച്ചിരുന്നു. ഇത്തവണ 16 മണ്ഡലങ്ങളിലും UDF ആണ് ജയിച്ചത്. ഏറ്റവും വലിയ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 16-ൽ 7 മണ്ഡലങ്ങളിലും 50,000-ൽ കൂടുതലാണ് UDFിന്റെ ഭൂരിപക്ഷം. ഈ 16 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിലും 40,000 വോട്ടിൽ കൂടുതലാണ് UDFിന്റെ ഭൂരിപക്ഷം. പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ 2021-ൽ 38 വോട്ടിന് ജയിച്ചെടുത്ത് ഇത്തവണ 32,000 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, മലപ്പുറം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്ന് ഒരു UDFിന്റെ നേതാവ് ജയിച്ചപ്പോൾ അയാളുടെ ഭൂരിപക്ഷം 85,000ആണ്. 85,000. നമ്മൾ ആലോചിച്ച് നോക്കണം, ആ മണ്ഡലത്തിൽ ഏതാണ്ട് 1,30,000 മാത്രമേ വോട്ടുകളുള്ളൂ. ആ വോട്ടിൽ 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആണ് PK കുഞ്ഞാലിക്കുട്ടി അവിടെ ജയിച്ചത്. ആലോചിച്ച് പോകണം. അപ്പം തൂത്തുവാരപ്പെടുകയാണ് മലപ്പുറത്ത്. കാസർഗോഡ് ജില്ലയിലില്ല, പിന്നെ മലപ്പുറത്തില്ല, ഇടുക്കിയിലില്ല, കോട്ടയത്തില്ല. പല മണ്ഡലങ്ങളിലും UDF എന്ന് പറഞ്ഞാൽ LDF എന്ന് പറഞ്ഞ സംവിധാനം ഇല്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഭവമാണ് CPM വിമതന്മാർ പുറത്തു വന്ന് മത്സരിച്ച് ജയിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്ന് പറയുന്നത് അത് സാധാരണഗതിയിലുള്ളൊരു പരാജയമല്ല. അത് വേറെ എന്തൊക്കെയോ അടയാളപ്പെടുത്തുന്നുണ്ട് ആ പരാജയം. ആ അടയാളപ്പെടുത്തലിൽ നിന്നാണ് ഈ പരാജയത്തെ മറികടന്ന് മുന്നോട്ട് വരാൻ CPMന് കഴിയില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഞാൻ എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഞാനതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ CPMനെ ഇനി തിരിച്ച് കയറി വരണമെങ്കിൽ ആ തിരിച്ചുവരവിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രതീകം അല്ലെങ്കിൽ ഒരു നേതാവ് വേണം CPMന്. അതാണ് ഞാൻ പറഞ്ഞത്. VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദനും ബാലാനന്ദനും എന്നുള്ള തർക്കത്തിൽ VS അച്യുതാനന്ദൻ ഇപ്പുറത്തുണ്ടായിരുന്നു. VS അച്യുതാനന്ദനും പിണറായി വിജയൻ എന്നുള്ള തർക്കത്തിൽ VS അച്യുതാനന്ദൻ ഇപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ VS അച്യുതാനന്ദന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അയാളൊരു ലെജൻഡറി ലീഡർ എന്നുള്ളതിനുപരി ഈ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ഈ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടി എന്നുള്ളിടത്താണ് അച്യുതാനന്ദൻ അടയാളപ്പെടുത്തിപ്പെട്ടത്. അവിടെയാണ് ഇപ്പോൾ ഇവിടെ ഒരുത്തനും ഇല്ലെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്നു. ആ അധികാരത്തിലിരുന്നപ്പോൾ ആ തെറ്റായ നയങ്ങൾക്കെല്ലാം കുടപിടിച്ച ചൂട്ടുപിടിച്ച പിണറായി വിജയന്റെ പിട്ടം താങ്ങിയവരാണ് മുഴുവൻ നേതാക്കന്മാരും. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തെ അതിനകത്ത് നിന്ന് എതിർത്ത ഒരു നേതാവ് പോലുമില്ല. അതേസമയം പിണറായി VS തമ്മിലുള്ള സമരം നമ്മൾ നോക്കൂ. 98 മുതൽ 2013 വരെ VS അച്യുതാനന്ദൻ പാർട്ടിക്കകത്ത് നിന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഭരണത്തിലായിരുന്നപ്പോഴും പിണറായി വിജയനെതിരെ സമരം ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അച്യുതാനന്ദനെ നമ്മളൊരു ഈ പാർട്ടിയെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മാതൃകയായിട്ട് നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം ആരുണ്ട് ഈ പാർട്ടിക്കകത്ത്? ഇപ്പോഴും എന്തോ ചേരിതിരിവ്, എന്തോ ബേബി, എന്തോ രാജീവ് എന്നൊക്കെ പറഞ്ഞു ഈ ബേബിയും രാജീവും ഒക്കെ കഴിഞ്ഞ 10 വർഷക്കാലം ഏത് മളത്തിലായിരുന്നു? ഇപ്പം ഇതിന് 85 പേരുടെ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. അതിൽ പിണറായി വിജയനെതിരെ സമരം ചെയ്യുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടോ? ഇതിൻ്റെ ജില്ലാ കമ്മിറ്റി നമ്മൾ എടുത്തു, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എടുത്ത് നോക്കുക, CPMൻ്റെ ഒരാളെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? പിന്നെ ഈ പാർട്ടിയെ നന്നാക്കാൻ ഇന്ന നേതാവുണ്ട് എന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ പാർട്ടി ഇനി രക്ഷപ്പെടില്ല എന്ന് പറയാനുള്ള അതിൻ്റെ കാരണം എന്താ യഥാർത്ഥത്തിൽ? ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാർട്ടി 1998-ൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വെച്ചാൽ പാർട്ടിയുടെ അധികാരം ഏറ്റെടുക്കുന്നത് മുതൽ തുടങ്ങിയ ഒരു വലിയൊരു ഭീകരമായിട്ടുള്ളൊരു ജീർണതയുണ്ട്. അത് അഴിമതിയുടെ കാര്യത്തിലാവട്ടെ, അത് സ്ത്രീ വിഷയത്തിലാവട്ടെ, അത് ഭൂമി കൈയേറ്റത്തിൻ്റെ കാര്യത്തിലാവട്ടെ, അത് മനുഷ്യാവകാശം, ആ ഒരു ജീർണതയുടെ പരകോടിയാണ് ഈ 2026 തെരഞ്ഞെടുപ്പ്. മനസ്സിലായോ? അപ്പൊ രാഷ്ട്രീയമായും പ്രത്യശാസ്ത്രപരമായും ഈ പാർട്ടി ഏതാണ്ട് വട്ടപൂജ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇതിനി പച്ച പിടിക്കില്ല നമ്മൾ പറയുന്നത്. കാരണം ഈ പാർട്ടി ഇനി പച്ച പിടിക്കണമെങ്കിൽ ഈ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ, ഈ പാർട്ടിയുടെ അഴിമതി, ഈ പാർട്ടിയുടെ സ്ത്രീ വിരുദ്ധത, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഭൂമി കൈയേറ്റം, ഈ പാർട്ടിയുടെ ഇതിനെതിരെയൊക്കെ പടപൊരുതുന്ന ഒരാൾ CPMൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാളുടെ ചുറ്റും ഈ പാർട്ടിക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഏത് നേതാവിനെ നമുക്കിവിടെ കാണിക്കാൻ പറ്റും? അഴിമതിക്കെതിരെ പോരാടുന്നവനാണോ MA ബേബി? ആണോ? ഭൂമി കൈയേറ്റത്തിനെതിരെ പോരാടുന്നവനാണോ P രാജീവ്?
എം സ്വരാജ് എന്ന് പറഞ്ഞ വി എസ് അച്യുതാനന്ദനെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചവരുടെ നേതൃത്വത്തിലാണോ ഇവിടെ പാർട്ടി ഉണ്ടാവാൻ പോകുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടി പ്രത്യശാസ്ത്രപരമായും രാഷ്ട്രീയമായും 100% തകർന്ന് അടിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ പാർട്ടിയെ ആര് പുനർസൃഷ്ടിക്കും എന്നാണ് നമ്മൾ ഈ പറയുന്നത്? ഏത് നേതാവ് പുനർസൃഷ്ടിക്കും എന്നാണ് നമ്മൾ ഈ പറയുന്നത്? ഒരു നേതാവും ഇല്ല. എന്താണ് ഇപ്പോഴത്തെ ശ്രമം? എന്താണ് ഇപ്പോഴത്തെ ശ്രമം എന്ന് പറയുന്നത്? പാർട്ടി പിടിക്കണം, പാർട്ടിയുടെ നേതൃത്വം പിടിക്കണം. പിണറായി ദുർബലനായപ്പോൾ പാർട്ടിയുടെ നേതൃത്വം പിടിക്കണം. പാർട്ടിയുടെ നേതൃത്വം പിടിക്കാൻ ഈ പാർട്ടിക്കകത്ത് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ പാർട്ടിയെ നവീകരിക്കാനുള്ള രാഷ്ട്രീയത്തിന്റെയും പ്രത്യശാസ്ത്രത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പാർട്ടി പിടിക്കാൻ ശ്രമം നടന്നത്. ഇപ്പൊ 2005 മലപ്പുറം സംസ്ഥാന സമ്മേളനം, ആ സംസ്ഥാന സമ്മേളനത്തിൽ വി എസും പിണറായിയും തമ്മിൽ സമരം നടന്നു. ആ സമരം നടന്നപ്പോൾ വി എസ് എന്ന ശരിയും പിണറായി എന്ന തെറ്റും, അതായിരുന്നു ആ സമരം. മനസ്സിലായി? അവിടെ വി എസ് തോറ്റുപോയി, പിണറായി ജയിച്ചു. അതിൻ്റെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പാർട്ടി തോൽക്കാനിടയായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരുപിടി കാര്യങ്ങളുണ്ട്. ഒരുപിടി കാര്യങ്ങൾ. ആ ഒരുപിടി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനിലും ഗോവിന്ദനിലും നമുക്കത് ചുരുക്കാൻ കഴിയില്ല. ഗോവിന്ദനും വിജയനും ചിലപ്പം ഒരു 10 ഡിഗ്രി മുകളിൽ നിൽക്കുമായിരിക്കും. പക്ഷെ ഗോവിന്ദനും വിജയനും താഴെ ഈ പറയുന്ന ഇപ്പം എതിർചേരി എന്ന് പറഞ്ഞ് നിൽക്കുന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ ജീർണതയുടെ ഭാഗമല്ലായിരുന്നോ? ആയിരുന്നല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ബേബി 10 വർഷം ഏത് മാളത്തിലായിരുന്നു? ബേബി പിണറായി വിജയനെ ഈ 10 വർഷക്കാലത്തിൽ എവിടെ എതിർത്തിട്ടുണ്ട്? പിണറായി വിജയന്റെ അഴിമതി എതിർത്തിട്ടുണ്ടോ? പക്ഷേ വേറെ ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹം ആ എതിർപ്പുകളെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ടും പോകുന്ന ഒരു ശൈലി ആയിരുന്നില്ലേ അദ്ദേഹത്തിന്റെ? അല്ല, ശൈലി സംബന്ധിച്ചൊന്നും നമുക്ക് ഏറെ തർക്കമില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതായത് സ്വന്തം സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആരും എതിർക്കാൻ തയ്യാറായില്ല. അല്ല, എന്റെ ചോദ്യം അതാണ്. ഇപ്പം പിണറായി വിജയനെതിരായി ഈ അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴൊന്നും അല്ലല്ലോ വരുന്നത്. 2006 ലാവ്ലിൻ അഴിമതി ആരോപണം വന്നു, അതിനുശേഷം സ്വർണ്ണക്കളക്കടത്തിന്റെ അഴിമതി ആരോപണം വന്നു, അത് കഴിഞ്ഞ് മാസപ്പടി കേസിന് എത്ര അഴിമതി ആരോപണങ്ങൾ ഈ പിണറായി വിജയനെതിരെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ. ഇതിലേതിലെങ്കിലും പിണറായി വിജയനെ ബേബി എതിർത്തോ എന്ന് ചോദിച്ചാൽ ബേബി ഇതിലൊന്നും പിണറായി വിജയനെ എതിർത്തില്ലെന്ന് മാത്രമല്ല, അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള പിണറായി വിജയന് ഓശാന പാടുകയാണ് കഴിഞ്ഞ 10-15 വർഷക്കാരുമായിട്ട് എം.എ. ബേബി ചെയ്തത്. ആ എം.എ. ബേബിക്ക് പാർട്ടിയിൽ എങ്ങനെയാണ് ഒരു നവീകരണ മുഖമായിട്ട് വരാൻ പറ്റുക? നമ്മൾ വി എസ് അച്യുതാനന്ദനെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? വി എസ് അച്യുതാനന്ദൻ ഈ പാർട്ടിക്കകത്ത് നിന്നപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എല്ലാ തെറ്റായ നയ സമീപനങ്ങളെയും പ്രത്യശാസ്ത്രത്തെയും പാർട്ടിക്ക് അകത്ത് നിന്ന് എതിർത്ത ആളാണ് വി എസ്. അതുകൊണ്ടാണ് വി എസിന് ഈ പാർട്ടിയെ നവീകരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് വി എസിന്റെ പുറകിൽ നമ്മൾ അണിനിരുന്നത്. അങ്ങനെ ഒരാളും ഇതിനകത്തില്ല. അപ്പൊ പിന്നെ ഈ പാർട്ടിക്ക് എങ്ങനെയാണ് തിരിച്ചു വരാൻ കഴിയുക? അങ്ങനെ ഒരു സംഭവം അതിനകത്ത് ഉദിക്കുന്നില്ല. പിന്നെ പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാമ ആരൊക്കെയാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത്. അവരാരും ബേബിയുടെ പുറകിലും. ഇപ്പം ഞങ്ങളുടെ പി രാജീവിന് ഈ പാർട്ടിയെ നവീകരിക്കാനുള്ള ഭാഗത്ത് നിൽക്കാൻ എന്താണ് അർഹത? പി രാജീവ് കാരണമാണ് എറണാകുളം ജില്ലയിലെ CPM അടപടലം പൊളിഞ്ഞതെന്നാണ് അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ നിരീക്ഷണം. പി രാജീവിന്റെ സ്വാർത്ഥ താല്പര്യപ്രകാരം നിർത്തിയവരാണ് സ്ഥാനാർത്ഥികളിൽ പലരും തോറ്റുപോയത് എന്നാണ് പറയുന്നത്. പി രാജീവ് തന്നെ പി രാജീവിന്റെ തന്നെ അവസ്ഥ എന്താ? പി രാജീവ് കഴിഞ്ഞ തവണ കളമശ്ശേരിയിൽ നിന്ന് ജയിച്ചു. ഇത്തവണ പി രാജീവ് തോറ്റത് ആരോടാ? ഇബ്രാഹിം കുഞ്ഞെന്നും പറഞ്ഞൊരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ മകൻ. അയാൾ രാഷ്ട്രീയത്തിൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. ആകെ 15 ദിവസമാണ് തെരഞ്ഞെടുപ്പ് കിട്ടിയത്. ആ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനോട് ഏതാണ്ട് 10,000-ത്തിലധികം വോട്ടിന് തോറ്റ് തുന്നം പാടിയ പി രാജീവാണോ ഈ CPM ബദൽ ശക്തിയായിട്ട് വരാൻ പോകുന്നത്? അപ്പം അതുകൊണ്ട് ഇത് ചെറിയ പരാജയമല്ല. ഇത് CPM ഇനി ഒരു കാലത്തും തിരിച്ചു വരില്ല എന്നത് സൂചിപ്പിക്കുന്ന സമഗ്രമായൊരു പരാജയമാണ് ഈ പരാജയം എന്ന് പറയുന്നത്. ഈ പരാജയത്തിൽ നിന്ന് CPM-നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു നേതാവും എൻ്റെ മുന്നിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഈ CPM-ൽ ഇപ്പം ഇല്ല. ഇപ്പോഴത്തെ സംഭവ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ PSC ക്രമക്കേട് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. സ്വന്തക്കാർക്കൊക്കെ തന്നെ PSC നമ്മളിപ്പോൾ പലപ്പോഴും സത്യസന്ധതയുടെ പ്രതീകമായിരുന്നു, ഭരണഘടനാ സ്ഥാപനമാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ തന്നെ നമ്മൾ പോകുമ്പോൾ എന്നും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു കാര്യമാണ്. അവിടെ പോലും ക്രമക്കേട് നടന്നിരിക്കുകയാണ്. ഈ ക്രമക്കേട് എനിക്ക് ഒന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നിരുന്നെങ്കിൽ ഈ 35 സീറ്റ് പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ല ലിയോ, ഇതിനകത്ത് ഈ ക്രമക്കേട് വന്നു.
ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ വന്നൊരു പ്രധാനപ്പെട്ട സംഭവം എന്താ, INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള R ചന്ദ്രശേഖരന് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വന്നല്ലോ. ഈ R ചന്ദ്രശേഖരൻ INTUCയുടെ പ്രസിഡന്റ് അല്ലേ? ഈ R ചന്ദ്രശേഖരന് പിണറായി വിജയൻ ഇരുന്നപ്പോൾ 3 തവണ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചല്ലോ. അന്ന് ഈ ബേബിയും കൂട്ടരും ഈ രാജീവും കൂട്ടരും എവിടെയായിരുന്നു? PSCയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴാണോ ഉയർന്നു വന്നത്? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എത്രയോ തവണ ഉയർന്നു വന്നു PSCയിലെ അഴിമതി ആരോപണങ്ങൾ. അന്ന് ഈ ഈ ഈ പിന്നെ ഈ ബേബിയും കൂട്ടരും എവിടെയായിരുന്നു? അപ്പം കഴിഞ്ഞ 10 വർഷക്കാലം ഉയർന്നു വന്ന എല്ലാ അഴിമതി ആരോപണങ്ങൾക്കൊപ്പവും ആരോപണങ്ങളോടുള്ള സമീപനത്തിൽ പിണറായി വിജയൻ ഒപ്പം നിന്നു, പിണറായി വിജയന് ഓശാന പാടിയ, പിണറായി വിജയൻ്റെ മുമ്പിൽ തൊഴുകയോടെ നിന്ന, പിണറായി വിജയൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിന്ന ബേബിയും പ്രഭൃതികളും ഇപ്പോൾ അടുത്ത പാർട്ടി സമ്മേളനത്തിൽ അധികാരം പിടിക്കുക. അതായത് നയത്തിലും പ്രത്യയശാസ്ത്രത്തിലൊന്നും ഒരു മാറ്റവുമില്ല, അധികാരം ഒന്ന് മാറും. ഇപ്പം പുതിയ UD സർക്കാരിനെ കുറിച്ച് പറയുന്നത് അതാണ്. നയമൊക്കെ ഇങ്ങനെ തുടരുകയാണ്. അപ്പുറത്ത് പിണറായി വിജയൻ മാറി ഇപ്പോൾ VD സതീശൻ വന്നു എന്ന് പറഞ്ഞതുപോലെ നയവും പ്രത്യയശാസ്ത്രവും നാളെയും ഈ CPMൻ്റെ ഈ കെട്ട നയവും പ്രത്യയശാസ്ത്രവും തുടരും. അവിടെ അന്ന് പിണറായി ആയിരുന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും വേറെ തീർത്തും പുതുമുഖം വരും, അത്രയേ ഉള്ളൂ. അത് ഇവിടുത്തെ അണികൾക്കറിയാം. അതൊന്നും അണികളുടെ ഒന്നും പിന്തുണ അതിന് കിട്ടുമെന്ന് ഞാൻ ഒരു കാരണവശാലും കരുതുന്നില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് MV ജയരാജൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ച് വിജയിച്ച ശ്രീ കുഞ്ഞികൃഷ്ണൻ, അതുപോലെ തന്നെ TK ഗോവിന്ദൻ ഇവരോട് പറഞ്ഞിരിക്കുകയാണ്, തെറ്റ് തിരുത്താമെങ്കിൽ തിരികെ എത്താം. അവരത് തള്ളിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പുറത്തുപോയി മത്സരിച്ച് വിജയിച്ചവരെ തിരികെ വിളിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു തിരുത്തലിൻ്റെ പാതയിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ലലിയോ, നമ്മളിത് യുക്തിഭദ്രമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ജയിച്ചവരെങ്ങനെയാണ് പുറത്തുപോയി ജയിച്ചത്? അവർ പാർട്ടിക്കകത്ത് നിന്നപ്പോൾ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പാർട്ടിക്കകത്ത് നിന്ന് പോരാടി. പക്ഷെ ആ പോരാട്ടത്തിനുള്ള പിന്തുണ അവർ പാർട്ടിക്കകത്ത് നിന്നപ്പോൾ കിട്ടിയില്ല. അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി നിന്നുകൊണ്ട് ഞങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടിയവരാണ്, ഞങ്ങൾ ജയിപ്പിക്കണം എന്ന് ജനങ്ങളോട് പറയുന്നു. ഇപ്പോൾ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്ന് കുഞ്ഞികൃഷ്ണൻ പോരാടി. കുഞ്ഞികൃഷ്ണൻ പാർട്ടി ഒറ്റപ്പെടുത്തി, പാർട്ടി പുറത്താക്കിയപ്പോഴത്തേക്ക് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, ഞാൻ പാർട്ടിയിൽ നിന്നപ്പോൾ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടിയ ആളാണ്, എന്നെ മത്സരിപ്പിക്കണം, ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ജനങ്ങൾ ജയിപ്പിച്ചു. TK ഗോവിന്ദനെ അതുപോലെ തന്നെ ഗോവിന്ദൻ്റെ ഭാര്യ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഒന്ന്. അപ്പം തെറ്റിതിരുത്തി നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ചെയ്ത തെറ്റെന്താ? അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ശരി ചെയ്തു. ആ ശരി, ഞങ്ങളിത് ഇന്ന ശരി ചെയ്തു എന്ന് അവർ ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങൾ അവരെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ചെയ്തത് ശരിയാണെന്നാണ്. ആ ശരിയാണ് ജനങ്ങൾ അംഗീകരിക്കുകയും അവരെ വിജയിപ്പിക്കും. ആ സാഹചര്യത്തിൽ നിങ്ങൾ തെറ്റിതിരുത്തി തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പാർട്ടിക്കകത്ത് നിന്നിപ്പോൾ തെറ്റ് അബ്സർഡല്ലേ ഇത്? അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഈ പാർട്ടിയുടെ തിരിച്ചുവരവ് സാധ്യത വട്ടപൂജ്യമാണ് എന്നാണ്. ഈ പാർട്ടിക്ക് ഇനി തിരിച്ചു വരുന്നതിൻ്റെ അല്ല, ഈ പാർട്ടിക്ക് ഇപ്പം തിരിച്ച് വരുമോ ഇല്ലയോ എന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. ഈ പാർട്ടിക്ക് തെറ്റ് തിരുത്താലോ വേണമെങ്കിൽ. ഇപ്പം ബേബി പറയുന്നത് ഞാൻ കേട്ടു ഒരാഴ്ച മുമ്പ്. ബേബി എന്താ പറഞ്ഞതെന്നറിയോ? പാർട്ടിയിൽ പാർലമെന്ററി വ്യാമോഹം ശക്തിപ്പെടുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്താണ്, ഈ പാർട്ടിക്ക് അകത്തുള്ളവരുടെ പാർലമെന്ററി വ്യാമോഹം അതിനെക്കുറിച്ചിട്ടായിരിക്കുമെന്ന്. ബേബി പറയുന്നറിയോ, പാർട്ടിയിൽ പാർലമെന്ററി വ്യാമോഹം വർദ്ധിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണമായിട്ടാണ് അയാൾ V കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദനും പാർട്ടിയിൽ നിന്ന് പോയതിനെ കാണിക്കുന്നത്. എന്തൊരു അബദ്ധമാണിത്. അവരുടെ നിലപാടല്ലേ ശരി. യഥാർത്ഥത്തിൽ പാർട്ടി തെറ്റിദ്ധരുത്തുകയാണെങ്കിൽ ചെയ്തേണ്ടത് എന്താ? കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും എടുത്ത നിലപാടാണ് ശരി. ആ ശരി പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ആ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി. TK ഗോവിന്ദൻ്റെ കാര്യത്തിൽ TK ഗോവിന്ദൻ പറഞ്ഞ ഗോവിന്ദൻ്റെ ഭാര്യയെ MV ഗോവിന്ദൻ്റെ ഭാര്യയെ ഞങ്ങൾ നിർത്താൻ പാടില്ലായിരുന്നു. TK ഗോവിന്ദൻ പറഞ്ഞതാണ് ശരി. നിങ്ങൾ പറഞ്ഞ ശരികൾ ഞങ്ങൾ പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരൂ, അങ്ങനെയല്ലേ പറയേണ്ടത്. അല്ലാതെ അവരെ നടത്തിയ സമരം ശരിയായിരുന്നു എന്ന് അവരും തെറ്റായിരുന്നു എന്ന് പാർട്ടിയും പറയുന്നു. അവർ നടത്തിയ സമരം ശരിയായിരുന്നു എന്ന് ജനങ്ങൾ അംഗീകരിക്കുന്നു. ജനങ്ങൾ അവരെ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കുകയും ചെയ്തതിന് ശേഷം തെറ്റിതിരുത്തി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു അബ്സേർഡിറ്റിയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് തിരിച്ചു വരാനുള്ള ഒരു പ്രവണതയും ഇതിനകത്ത് കാണാനില്ല. അല്ല, ഇപ്പോൾ വേറൊരു വിഷയം,
പാർട്ടിക്ക് ഈ സമരം ചെയ്യുന്ന കാര്യം എങ്ങനെ ഇഫക്റ്റീവായി സമരം ചെയ്യണം എന്നുള്ളത് മറന്നു പോകുന്നു എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. കാരണം പലപ്പോഴും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് പിന്നീട് തെളിയുകയാണ്. ഒരു 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 ബ്ലണ്ടർ ആയി പോകുന്നു CPM-ൻ്റെ പല സമരവും എന്ന് പലരും പറയുന്നുണ്ട്. യുവജന സംഘടനകളുടെ സമരം പോലും, ഇപ്പോൾ ബ്ലേഡ് സമരം, ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ അത് തിരിച്ചടിയായി. ജലപീരങ്കിയിൽ നിന്ന് വരുന്ന വെള്ളം മലിനമാണെന്ന് പറയുന്നു, പക്ഷേ അത് പിന്നീട് തെറ്റാണെന്ന് തെളിയുന്നു. ഇതുപോലെ ഓരോ കാര്യങ്ങളും CPM മുന്നോട്ട് വയ്ക്കുന്നത് തെറ്റാണെന്ന് തെളിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരിത്. അപ്പോൾ ഈ നേതൃത്വത്തിൻ്റെ മൂല്യച്യുതി അണികളിലേക്കും ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണോ? ലിയോ, ഇത്തരം സമരങ്ങൾ ആയിട്ട് അവർ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഇതിനി തിരിച്ചു വരവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഇതുപോലെ ബ്ലേഡും കൊണ്ടുപോകുന്ന ഒരു സമരം CPIയുടെ കണ്ടിട്ടുണ്ട്, അല്ല SFIയുടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഈ മലിനജലം കൊണ്ടുവന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന് പാമ്പ് പിടിച്ച മറ്റേ പിണറായി വിജയൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു, നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇത് രക്ഷപ്പെടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിജയനെ ശരിക്കും ഈ ജനങ്ങൾ അങ്ങേ അറ്റം തിരസ്കരിക്കുകയാണല്ലോ ചെയ്തത്. ഇതിനപ്പുറം ഇനി ഇല്ലല്ലോ. 10 പോലെ വിജയനെ തിരസ്കരിക്കുക. ഈ തിരസ്കരണം കഴിയുമ്പോൾ വിജയൻ എന്തെങ്കിലും ഒരു ഉളുപ്പോ ലജ്ജയോ ഉള്ള ആളാണ് പറയേണ്ടിയിരുന്നത് എന്താ? എന്നെ ജനം തിരസ്കരിച്ചു, ഞാൻ മുഖ്യമന്ത്രിയാവുമെന്നാണ് പറഞ്ഞത്, എന്നെ ജനത്തിൽ ഞാനിനി ഈ പണിക്കില്ല എന്ന് മാത്രമല്ല, എനിക്ക് പ്രായമായി, രോഗത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാർ ആ മേഖലയിലേക്ക് വരട്ടെ. ഇതല്ലേ ഒരു 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 കമ്മ്യൂണിസ്റ്റുകാരൻ പറയേണ്ടത്? ഇതല്ലേ കോൺഗ്രസ്സുകാർ പോലും ഇതല്ലേ ചെയ്തിട്ടുള്ളത്? 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടവെള്ളം തോറ്റപ്പം ആന്റണി പോയില്ലേ? ഇല്ലേ? രമേശ് ചെന്നിത്തല 2021 തോറ്റപ്പോൾ രമേശ് ചെന്നിത്തല മാറ്റി VD സതീശൻ വന്നില്ലേ? അപ്പം ഇതിന് പകരം ജനങ്ങൾ തിരസ്കരിച്ച ഒരു നേതാവിനെ ജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാക്കി വെക്കുകയാണ്. ആ പ്രതിപക്ഷ നേതാവാക്കി വെച്ചുകൊണ്ടുള്ള ദുരിതം എന്താണ്? ആ ദുരിതമാണ് നമ്മൾ നിയമസഭയിൽ കാണുന്നത്. അതാണ് ബാലഗോപാൽ കഴിഞ്ഞ ദിവസം LOP എന്തെങ്കിലും ഒന്ന് പറ, ചുമ്മാ ഇങ്ങനെ ഇരിക്കാതെ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് LOP? പറയൂ. കാരണം എന്താണ് ഇതിന്റെ കാരണം എന്താ വെച്ചാൽ, അയാള് രോഗബാധിതനാണ്, അയാള് പിന്നെ പ്രായാധിക്യമുള്ളവനാണ്, അയാൾ വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റവനാണ്. അതെല്ലാം അയാളുടെ മനസ്സിനെ ശരീരത്തെയും ബാധിച്ചിട്ടുണ്ട്. അയാൾക്ക് ചുമ്മാ ഇങ്ങനെ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എഴുന്നേറ്റ് നിന്ന് ഈ പ്രായത്തിൽ എഴുന്നേറ്റ് നിന്ന് വീറോടെ പോരാളി ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹത്തിൻ്റെ പേരാണ് PS അച്യുതാനന്ദൻ. PS അച്യുതാനന്ദനെ പോലെയല്ലോ ഇയാൾ. മനസ്സിലായി? അപ്പം ഈ ദുരിതമെല്ലാം അനുഭവിക്കുന്നത് CPM-ഉം ഇടതുപക്ഷവും പ്രതിപക്ഷവുമാണ്. CPM-ന്റെ ഈ സമ്പൂർണമായിട്ടുള്ള ജീർണതയിൽ നിന്നാണ് ഈ വികലമായിട്ടുള്ള സമരങ്ങൾ, ഈ ബ്ലേഡ് സമരങ്ങളും ഈ മലിനമായിട്ടുള്ള സമരങ്ങളും എല്ലാം വരുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് ഇതിനൊരു തിരിച്ചുവരവ് സാധ്യതയും ഇതിന് കേരളത്തിൽ ഇല്ല എന്നത് തന്നെയാണ്. ഈ മുന്നണിക്കുള്ളിലും ഇപ്പോൾ വലിയ തർക്കമാണ്. CPI-യോടുള്ള തർക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് ഇപ്പോഴും തർക്കം നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിൽ നമ്മൾ പറഞ്ഞു, ഈ മുന്നണിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ ലിയോ, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ, ലിയോ ഉറപ്പിച്ചു വിശ്വസിച്ചോളൂ, ഇനി CPIക്ക് CPM-ന് ഒരുമിച്ച് പോകാൻ കഴിയില്ല. സിമ്പിളായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. അവർക്കിനി ഒരുമിച്ച് പോകാൻ കഴിയില്ല. കാരണം അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പം എന്താ ബോധ്യമായിട്ടുള്ളത്? CPM-ന്റെ കൂടെ ഒന്നുകൊണ്ടാണ് അവർ തീർന്നത് എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഇത്രയും വലിയ ഒഴുക്കുണ്ടായിട്ട് പോലും 16 പേരെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 7 പേരെ അവർക്ക് ജയിപ്പിക്കാൻ പറ്റി. CPM-ന്റെ അവസ്ഥ എന്താ? CPM-യുടെ 90-95 സീറ്റിൽ മത്സരിച്ചിട്ട് 22 പേരെ ജയിപ്പിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് 16-ൽ 7. അപ്പം CPM-ന്റെ കൂടെ നിന്നത് കൊണ്ടാണ് അവര് മുങ്ങിച്ചത്തത് എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അവർ ഈ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ തർക്കം എടുത്തിട്ടിരിക്കുന്നത് തന്നെ എങ്ങനെയെങ്കിലും ഈ CPM-ആയിട്ടൊന്ന് അടിച്ചു പിരിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരതിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷം അങ്ങ് പറഞ്ഞതുപോലെ CPM ഒരു തകർച്ചയിലേക്ക് പോകുന്നു, തിരിച്ചുവരവ് അസാധ്യമാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്പേസിലേക്ക് ആര് വരും എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ്. ആ സ്പേസിലേക്ക് BJP ആയിരിക്കുമോ കടന്നു വരുന്നത്? അല്ല, അതിനകത്ത് രണ്ടായിട്ട് ഞാൻ കാണാം. ഒന്ന്, ഇവർ തകർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. രണ്ടാം ഭാഗത്തേക്ക് BJP രണ്ടാമത് വരുമെന്നുള്ളത് രണ്ടാമത് പറയാം. ഇത് തകർന്ന് ഇതിപ്പോൾ CPM തകരും എന്നുള്ളത് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അതിന് ഇനിയിപ്പോൾ പൊങ്ങി വരിക എന്ന് പറഞ്ഞാൽ അസംഭാവ്യമാണ്. നമ്മുടെ ചർച്ചയിൽ നിന്നും ഇതാണ് ഉരുത്തിരിഞ്ഞത്. ഇവിടെ
ബദൽ ഇടതുപക്ഷ വേദിയുടെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, CPIക്ക് ഒരു കാരണവശാലും CPIയുടെ കൂടെ പോകാൻ പറ്റില്ല. CPIക്ക് 7 MLA-മാരുണ്ട്. ഭീമന്തരി ജയിച്ചു വന്നത് 3 പേരുണ്ട്, അപ്പോൾ 10 ആയിട്ടുണ്ട്. 3 പേര് RSPക്കുണ്ട്, 13 ആയിട്ടുണ്ട്. രമ ആകുമ്പോഴത്തേക്ക് 14 ആയിട്ടുണ്ട്. ജോൺ ആകുമ്പോഴത്തേക്ക് 15 ആയിട്ടുണ്ട്. അപ്പം ഒരു ബദൽ ഇടതുപക്ഷ പ്ലാറ്റ്ഫോം മൈനസ് CPM-നുള്ള സാധ്യത ചെറുതല്ല കേരളത്തിൽ. എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മറ്റു ഘടകകക്ഷികളുണ്ട്. ഇപ്പോൾ ശ്രേയംകുമാറിന്റെ പാർട്ടിയുണ്ട്, അല്ലെങ്കിൽ മറ്റേ മാത്യു ടി തോമസിന്റെ ജനതാദളുണ്ട്. ഈ പാർട്ടികൾക്കെല്ലാം ഇനി നിലനിൽപ്പ് വേണമെങ്കിൽ ഒരു ബദൽ ഇടതുപക്ഷ പ്ലാറ്റ്ഫോം കേരളത്തിൽ ഉണ്ടായാൽ മാത്രമേ മതിയാവൂ. കാരണം CPM-നെ ഒന്നും അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും ജനം കേരളത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ഈ ഇടത് വലത് എന്നുള്ള സമവാക്യം ഏതാണ്ട് അവസാനിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരാണോ കൂടുതലും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 982 മൂലം നമ്മൾ കാണുന്നതാണ് ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, അല്ലെങ്കിൽ ഇടത് അല്ലെങ്കിൽ വലത്. അതിൽ എനിക്ക് തോന്നുന്നു 2006 ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതിനോടുള്ള ദേഷ്യം കൊണ്ട് വലതും, വലതിനോടുള്ള ദേഷ്യം കൊണ്ട് ഇടതിനോടുള്ള ദേഷ്യം കൊണ്ട് വലതും, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 2006 മാത്രമാണ് VS അച്യുതാനന്ദനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു പോസിറ്റീവ് മാൻഡേറ്റ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ 2026 തന്നെ നമ്മൾ നോക്കിയേ, ഈ 2026 UDF-നെ കൊണ്ടുവരാൻ വേണ്ടിയല്ല ജനം വോട്ട് ചെയ്തത്, പിണറായി വിജയനെ കളയാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. 2016 ഉമ്മൻചാണ്ടിയെ കളയാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനെ വോട്ട് ചെയ്തത്. അങ്ങനെ ഈ ആന്റി ഇൻകുംബൻസി രീതിയിലാണ് ഈ സാധനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഈ ഇടതിന് പകരം വലത്, വലതിന് പകരം ഇടത്, ഇടതിന് പകരം വലത് എന്നുള്ള ഈ സംവിധാനം തീർത്തും അസംബന്ധമാണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു. കാരണം എന്താ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു കഴിഞ്ഞാലും ഇത് ഒരേ നയമാണെന്നുള്ളത് ജനത്തിന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. എന്താണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി? അവർക്ക് ടെൻഡർ ഇല്ല എന്ന് മാത്രമല്ല, ടെൻഡർ തുകയുടെ 10% കൂട്ടി ചോദിക്കാനും അവർക്കധികം. അങ്ങനെ ഒരു ഓർഡർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നു. ഓർത്തോണം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു 10-20,000 കോടി രൂപയുടെ വർക്ക് അവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഞങ്ങൾ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുമെന്നും അത് കള്ളപ്പണ ഖജനാവ്, CPM-ന്റെ കള്ളപ്പണ ഖജനാവാണെന്നും അതിൽ നിന്ന് പോകുന്ന പണം CPM-ന്റെ പണപ്പെട്ടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ACC ജനറൽ സെക്രട്ടറി പറഞ്ഞെന്താ? ACC ജനറൽ സെക്രട്ടറി പറഞ്ഞു, പിന്നെ ഇത് ഞങ്ങൾ കണ്ടുപിടിക്കും, ഇത് കള്ളത്തരമാണ്. KM ഷാജി പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സംവിധാനമാണ് ഈ ഊരാളുങ്കൽ എന്ന് പറഞ്ഞു. എന്നിട്ട് അധികാരത്തിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK കൃഷ്ണനോട് ചോദിച്ചു പറഞ്ഞു, നല്ല 1-ാം നമ്പർ സ്ഥാപനമാണ്. മനസ്സിലായോ? ഇതുപോലെ തന്നെ PMC-യുടെ കാര്യം മനസ്സിലായോ? പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച് അധികാരത്തിൽ വന്നു. പിണറായി വിജയൻ്റെ അഴിമതിയെക്കുറിച്ചിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഇടത് പോയി വലത് വന്നു, വലത് പോയി ഇടത് വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റവും നയപരമായി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഈ സതീശൻ സർക്കാരിൻ്റെ ഉൾപ്പെടെ ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ കേരളം പുതിയൊരു സംവിധാനത്തെ പരീക്ഷിച്ച് നോക്കുന്നതിൽ ഒരാപാകതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. തമിഴ്നാട്ടിലെ പോലെ പുതിയൊരു സംവിധാനം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയാം. കാരണം ഈ BJP-യുടെ കാര്യം ഞാൻ പറയാം. ഇപ്പം ഇടതിനോടും വലതിനോടുമുള്ള അസ്വസ്ഥത പുകയാൻ നോക്കിയിട്ട് കുറെ കാലമായി. വല്ല നേട്ടവും BJP-ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പം 3 BJP ഉണ്ടാക്കി. അതെങ്ങനെ ഉണ്ടാക്കി? കഷ്ടിച്ച് കഴക്കൂട്ടത്തും നേമത്തും കഷ്ടിച്ച് ജയിച്ചു. മറ്റിടത്തുനിന്ന് ചാത്തന്നൂരിൽ നിന്ന് സാമാന്യം മെച്ചം. ഇത്രയേ ഉള്ളൂ. BJP-ക്ക് കേരളത്തിൻ്റെ മണ്ണിൽ വളരാൻ പറ്റില്ല. കാരണം അടിസ്ഥാന ഒരു മതേതര മണ്ണാണ് കേരളത്തിൻ്റെത്. ആ മതേതര മണ്ണിൽ ജാതീയമായി മതപരമായൊന്നും അപ്പം അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, നയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമുള്ള, നയങ്ങളിലും പ്രത്യയശാസ്ത്രത്തിലും വെള്ളം ചേർക്കാത്ത ഒരു സംവിധാനത്തിനുള്ള സാധ്യത അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വളരെ വലുതായിട്ട് ഉണ്ടാവും. ഒരു ബദൽ ഇടതുപക്ഷ പ്ലാറ്റ്ഫോമും കേരളത്തിൽ വളർന്നു വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതിനെല്ലാത്തിനും ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് 2026 ഈ ഇടതുപക്ഷം തകർന്നടിഞ്ഞ ഈ തെരഞ്ഞെടുപ്പായിരിക്കും. അതായിരിക്കും അതിനൊരു ചാലകശക്തിയായി മാറുക എന്ന് എനിക്ക് പറയാനുള്ളത്. യെസ്, കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഇതുവരെ കാണാത്ത വലിയൊരു പരാജയത്തിലേക്കാണ് ഇടതുപക്ഷത്തെ ഇപ്പോൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഈ പരാജയം അവർക്ക്
ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള വലിയ അടിയാണ് നൽകിയിരിക്കുന്നത്. അത് അവരുടെ അസ്തമയത്തിലേക്കുള്ള ഒരു വഴി തുറക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ ബദൽ, CPM ഇതര ഇടതുപക്ഷ ബദൽ എന്ന് വ്യക്തമായി തന്നെ പറയാം, അതിനുള്ള സാധ്യതയാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് എന്ന് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പിണറായി വിജയൻ എന്ന നേതാവ് മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം നിന്നവരും ഈ തകർച്ചയ്ക്ക് ഉത്തരവാദികളാണ് എന്നും അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. കൂടാതെ CPM-ഉം CPI-യും ഇനി അധിക നാൾ ഒരുമിച്ച് സഞ്ചരിക്കില്ല എന്നും ഇവിടെ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.